കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെമ്മാറ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് ശേഷം കൊല്ലങ്കോട് ട്രഷറിക്ക് മുന്നിൽ വിശദീകരണ യോഗം നടത്തി. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ മണി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വീട്ടിലിരുന്ന് കാശൊന്നും നിങ്ങൾ ധരിക്കരുത്. സർവീസ് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് 10-30 കൊല്ലക്കാലം ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച കാശ ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ ഔദാര്യത്തിലല്ല. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് ഒരുകൂടി പരിശോധിച്ച് ഞങ്ങൾ ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ എടുത്ത് വിനീതമായി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ശരിയായ നടപടി കൂടെ സർക്കാർ പോകുന്നില്ല എങ്കിലും ശരിയായ നടപടി കൂടെ നടത്താൻ നാട്ടുകാർ സഹായിക്കുമെന്നാണ് നമ്മുടെ ഭാഗത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ. നല്ലവരായ ജനങ്ങളുടെ അഭിപ്രായമാണ് സർക്കാർ എന്നുള്ള കാര്യം മറക്കാതിരിക്കണം. അതാണ് സർക്കാരിൻ്റെതായ ഉത്തമമാർഗം. അല്ലാതെ കുറെ AC റൂമിൽ ഇരുന്നിട്ടും കുറെ ബസ് വാങ്ങിയിട്ടും കുറെ വിദേശയാത്ര നടത്തിയിട്ടൊന്നും അല്ല പ്രശസ്തി നേടേണ്ടത്. വാസ്തവത്തിൽ സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും സാധാരണ ജീവനക്കാരുടെ അഭിപ്രായങ്ങളും പെൻഷൻകാരുടെ അഭിപ്രായങ്ങളും അന്വേഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുനടത്താനുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പി സുബ്രഹ്മണ്യൻ, വി ശബരിനാഥൻ, കെ മണികണ്ഠൻ, എ മോഹൻ, സത്യഭാമ, ലതാമേനോൻ, കെ വിജയൻ, കെ ഉണ്ണി, പി വിശ്വനാഥൻ, സി ആറുമുഖൻ, കെ ശ്രീലത, എ പി ബാബു എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.